ഇന്നലെ രാവിലെയാണ് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച ഒരു മലയാളി വെടിയേറ്റ് മരിച്ചതും മറ്റൊരു മലയാളി ഗുരുതരമായി പരിക്കേറ്റതുമായ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയി വരുന്നത്. ആ വാർത്തകളുടെയൊക്കെ തലക്കെട്ട് ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമം, മലയാളി വെടിയേറ്റ് മരിച്ചു എന്നായിരുന്നു. സ്വാഭാവികമായും ഇസ്രായേൽ സേനയായിരിക്കും അവരെ വെടിവെച്ചു കൊന്നത് എന്ന ധാരണയിലെത്തുകയും സോഷ്യൽ മീഡിയയിൽ വലിയ കോലാഹലം ആരംഭിക്കുകയും ചെയ്തു. അതങ്ങനെയാണ്. ഇസ്രായേൽ സേന എന്ത് ചെയ്താലും അത് കേരളത്തിൽ ആഗോള വാർത്തയാണ്. ഇസ്രായേൽ സേന ഹമാസിനെയോ ഹിസ്ബുള്ളയെ വെടിവെച്ചു കൊന്നാലും ഇവിടെ കണ്ണീരൊഴുകും. അതുകൊണ്ട് ഒരു മലയാളി വെടിയേറ്റു മരിച്ചു എന്ന് കേട്ടാൽ സ്വാഭാവികമായും പൊട്ടിത്തെറിയുണ്ടാവും. അതേസമയം ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു മലയാളി നഴ്സ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് മരിച്ചാൽ ഹമാസിനെ പിന്തുണയ്ക്കും, അവിടെ പോയി പണിയെടുക്കാൻ പോയ നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറഞ്ഞ് മലയാളി നഴ്സിനെ അപമാനിക്കും. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതരം രാഷ്ട്രീയ ദർശനമാണ്. എന്നാൽ ഇന്നലെ ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നു എന്ന് വാർത്ത പരന്നതോടെ വലിയ ആവേശ കമ്മിറ്റിക്കാർ രംഗത്ത് വന്നു. ഇസ്രായേലിനെ സ്തുതിക്കുന്നവരൊക്കെ എവിടെ? ഇസ്രായേലിന്റെ ക്രൂരകൃത്യം ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഇസ്രായേൽ മഹത്താണ് എന്ന് പറയുന്നവർ എവിടെ എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു. അതിൽ ഒരെണ്ണം ഇതായിരുന്നു: മുസ്ലിം വിരുദ്ധത കൊണ്ട് മറുനാടനും സംഘികളും ഇസ്രായേലിനെ കുറിച്ച് തള്ളുന്നത് കേട്ട് അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിൽ തീവ്രവാദ രാജ്യമായ ഇസ്രായേലിന്റെ കൊടി പ്രൊഫൈൽ ഫോട്ടോ ആക്കുന്നത് പോലെ എളുപ്പമല്ല കാര്യങ്ങൾ, വെടികൊണ്ട് ചാവും. അതായത് ഈ പോസ്റ്റ്മാൻ കരുതിയിരിക്കുന്നത് ഇസ്രായേൽ വെടിവെച്ചെന്നാണ്. അതുകൊണ്ട് അവർ പറയുന്നു, മറുനാടനെ പോലുള്ളവർ നടത്തുന്ന തള്ളു കേട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കേണ്ട, വെടികൊണ്ട് ചാവുമെന്ന്. ഒരു മലയാളി സംഭവിച്ചപ്പോഴത്തെ ആഹ്ലാദമാണ് ഇതെന്ന് ഓർക്കണം. വാസ്തവത്തിൽ ഇവർക്ക് പാളിപ്പോയി. പിന്നീട് മനസ്സിലായി വെടിവെച്ചത് ഇസ്രായേൽ സേനയല്ല, ജോർദാൻ സേനയാണെന്ന്. അതുകൊണ്ട് അത് പതിയെ അങ്ങ് തണുത്തുപോയി. കാരണം ജോർദാനും ഈജിപ്തും അടങ്ങുന്ന അറബ് രാജ്യങ്ങളെ കുറ്റം പറയാൻ ഇവർക്ക് പേടിയാണ്, ധൈര്യമില്ല. ഇസ്രായേലാണ് വെടിവെച്ചത് എന്നോർത്താണ് ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നത്.